എല്ലാവർക്കും നമസ്കാരം. 2026 വിഷു ഫലങ്ങൾ മകയിരം നക്ഷത്രക്കാര് 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യ പകുതി വരുന്നത് ഇടവക്കൂറിലും രണ്ടാം പകുതി വരുന്നത് മിഥുനക്കൂറിലും. അപ്പൊ ഈ വിഷുഫലം മകയിരം നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചില കാര്യങ്ങളിലൊക്കെ ഗുണങ്ങൾ ഉണ്ടാകും, പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ ചില സംഗതികളിലൊക്കെ ഉണ്ടാവുകയും ചെയ്യും. സാമ്പത്തികമായി കുറച്ച് അനുഭവ ഗുണം കിട്ടും, സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും, പുതിയ ഗൃഹനിർമ്മാണം ആരംഭിക്കാൻ പറ്റും, നിങ്ങളിൽ പലർക്കും പുതിയ വാഹനം വാങ്ങാനായിട്ട് സാധിക്കും, പുതിയ വസ്തു വാങ്ങാനായിട്ട് സാധിക്കും, പല രീതിയിലുള്ള പ്രോപ്പർട്ടി വാങ്ങാനോ പ്രോപ്പർട്ടി ക്രയവിക്രയം ചെയ്ത് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുമൊക്കെയുള്ള അവസരം ഉണ്ടാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം. വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് നടക്കണമെന്നില്ല, എങ്കിലും സാധിക്കും. പരിശ്രമം നിങ്ങൾ തുടരണം. വിദേശ തൊഴിലിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് താമസം ഉണ്ടാകാം, എങ്കിലും നിങ്ങൾ പരിശ്രമം തുടരുക. അതോടൊപ്പം ഇങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. കച്ചവടക്കാർക്ക് ധനനഷ്ട സാധ്യത ഉള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, ഇടപാടുകളൊക്കെ സൂക്ഷിച്ച് നടത്തുക. നിങ്ങളുടെ ബിസിനസ് കുറഞ്ഞു പോകാതിരിക്കാൻ നോക്കണം. നിങ്ങളുടെ കച്ചവടത്തെ സംബന്ധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും, നിങ്ങളുടെ ചുറ്റുപാടുകൾ, നിങ്ങളുടെ ജീവിത സാഹചര്യം, നിങ്ങൾക്ക് ആ മേഖലയിലുള്ള അറിവ് കേടുകൾ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ കഴിവ് കുറവുകൾ, ഇങ്ങനെ എല്ലാം വിശദമായിട്ട് പഠിച്ചു മനസ്സിലാക്കി തന്നെ ഇറങ്ങേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികൾ നല്ലതുപോലെ ശ്രമിക്കുക. കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാകും, കുറച്ച് വിഷമമൊക്കെ വരും, അതൊന്നും കാര്യമാക്കണ്ട. ശരിക്ക് പഠിക്കുക, വിജയം നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഉപരിപഠനവും ഏറെക്കുറെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിർത്താൻ ശ്രമിക്കണം. സംഭാഷണങ്ങളിൽ കരുതലും മിതത്വവും വിനയവുമൊക്കെ പ്രത്യേകം ശീലിക്കണം. എന്തായാലും സമ്പൂർണമായ രാശിചിന്ത ചെയ്ത് നല്ല പരിഹാരമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ എല്ലാ ഗുണവും കിട്ടും.